എബിൻ പറഞ്ഞു നിർത്തിയതിനു ശേഷം ജോണിനെ നോക്കി. ജോൺ അവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. ഒറ്റ വലിക്ക് കുടിച്ച ശേഷം ബാക്കി പറയാൻ ജോൺ എബിനോട് ആവശ്യപ്പെട്ടു. പിന്നെ എന്തുണ്ടായി എബിൻ, പറയൂ. ഞാൻ വല്ലാത്തൊരു ഞെട്ടലിലായിരുന്നു സാർ. കേട്ട കഥകളൊക്കെ സത്യം തന്നെയാണോ? എന്നോട് ഇന്നലെ രാത്രി സംസാരിച്ചത് അമയ തന്നെയാണോ? പക്ഷെ ഇന്നലെ രാവിലെ ആത്മഹത്യ ചെയ്ത അവൾ എങ്ങനെ രാത്രി എന്നെ ഫോണിൽ വിളിച്ചു? എന്തിനാ കഥകളൊക്കെ എന്നോട് പറഞ്ഞു? ഒന്നും മനസ്സിലാവാതെ ഓരോ ചിന്തകളുമായി അന്നത്തെ പകൽ സമയങ്ങൾ എങ്ങനെയൊക്കെയോ ഞാൻ കഴിച്ചുകൂട്ടി. കേട്ട കഥകളൊന്നും ഞാൻ ആരുമായും പങ്കുവച്ചില്ല. രാത്രി ജോലി കഴിഞ്ഞ് വന്ന് ഞാൻ കിടന്നു. പതിവ് പോലെ കുറച്ചുനേരം ഫോണിൽ നോക്കിയ ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് ഒരു മെസ്സേജ് ശബ്ദം ഫോണിൽ വന്നത്. 1-2 തവണ മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തു നോക്കി. ഒരു ഞെട്ടലോടെ ഞാൻ എഴുന്നേറ്റിരുന്നു. ലോക്ക് തുറക്കാതെ തന്നെ ഫോണിൻ്റെ സ്ക്രീനിൽ മെസ്സേജ് വന്നിരിക്കുന്നു. വാട്സാപ്പോ മെസ്സഞ്ചറോ അല്ലാത്ത ഒരു സന്ദേശം മാത്രം. ഹലോ ചേട്ടാ, അവനെ ഞാൻ കൊന്നു, അവളെയും. എൻ്റെ ജീവിതം നശിപ്പിച്ച എല്ലാവരെയും ഞാൻ കൊന്നു. ഇനി ഒരാൾ മാത്രം. ആരാണ് എനിക്ക് സന്ദേശം അയച്ചതെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. അവനെ കൊന്നു, അവളെയും. അത് അവിനാശും അമയയും ആയിരിക്കും. എന്നാൽ ചോദ്യങ്ങൾ പിന്നെയും അവശേഷിക്കുന്നു. ആര് കൊന്നു? എന്തിനു കൊന്നു? എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിച്ചില്ല. പകരം മറ്റൊരു മെസ്സേജ് വന്നു. ആ മയ. അടുത്ത ദിവസം ഞാൻ 2 ദിവസത്തെ ലീവ് എടുത്തു. ആരോടും പറയാതെ ബാംഗ്ലൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് യാത്ര തിരിച്ചു. രാത്രി ജോലി കഴിഞ്ഞ് 10 മണിക്ക് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ മംഗലാപുരത്തേക്കുള്ള ബസ്സിൽ കയറി. യാത്രക്കാർ കുറവായിരുന്നു. പുറകിലത്തെ സീറ്റിൽ ചെന്നിരുന്നു. ബാംഗ്ലൂർ നഗരത്തിൻ്റെ രാത്രികാല മനോഹര ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ബസ് അമിത വേഗത്തിൽ നഗരം കടന്നു. കുറച്ചു ദൂരം പോയപ്പോൾ ബസ്സിലെ ലൈറ്റ് അണഞ്ഞു. കുറച്ചു സമയം ഉറങ്ങിയ ഞാൻ പിന്നെ എഴുന്നേറ്റത് ബസ് ഏതോ ഒരു ചായക്കടയുടെ അരികിൽ നിർത്തിയിട്ടപ്പോഴാണ്. ഏതാ സ്ഥലം എന്നറിയില്ല. സമയം 2 മണി കഴിഞ്ഞിരിക്കുന്നു. ഒരു സിഗരറ്റ് പാതി വലിച്ച് നിലത്തിട്ട് ചവിട്ടിയ ശേഷം ഡ്രൈവർ ധൃതിയിൽ കയറി ബസ് സ്റ്റാർട്ട് ചെയ്തു. ബസ് വീണ്ടും പുറപ്പെട്ടു. വിജനമായ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉറക്കം തൂങ്ങിക്കിടക്കുന്ന പോലെ പേരറിയാത്ത ഏതൊക്കെയോ മരങ്ങൾ. മരച്ചില്ലകൾക്കിടയിൽ നിന്നും ഒളിഞ്ഞു നോക്കുന്ന നക്ഷത്രക്കുഞ്ഞുങ്ങൾ. സീറ്റുകളൊക്കെ കാലിയായി കിടക്കുന്നു. ബസ്സിലുണ്ടായിരുന്ന മിക്ക യാത്രക്കാരും ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഇറങ്ങിയെന്ന് തോന്നുന്നു. അല്പനേരം പാട്ട് കേൾക്കാം എന്ന ആഗ്രഹത്തിൽ ഹെഡ്ഫോണിനായി ഞാൻ ബാഗിൽ കൈയിട്ടു. ഒരു തണുപ്പുള്ള ഏതോ വസ്തുവിൽ തൊട്ടതുപോലെ. എന്താ അത്? ബാഗിൽ നിന്നും അത് കയ്യിലെടുത്തു. എതിരെ പോയ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ഞാൻ കണ്ടു. പത്തി വിടർത്തി എന്നെ നോക്കുന്ന ഒരു വലിയ പാമ്പ് എൻ്റെ കൈകളിൽ. ഉറക്കനെ ഞാൻ നിലവിളിച്ചുകൊണ്ട് ബസ്സിൻ്റെ വിൻഡോയിൽ കൂടെ അതിനെ ഞാൻ പുറത്തേക്കെറിഞ്ഞു. ശരീരമാസകലം തണുത്ത് വിറച്ച പോലെ അനുഭവപ്പെട്ടു. അല്പനേരം കഴിഞ്ഞ് ദീർഘശ്വാസം എടുത്ത് ഞാൻ ചുറ്റും നോക്കി. എൻ്റെ നിലവിളി ആരും കേട്ടില്ലേ? യാത്രക്കാരും തിരിഞ്ഞു നോക്കിയില്ല. എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. ബാഗ് ദൂരെ മാറ്റി വെച്ചപ്പോൾ 2-3 സീറ്റ് മുന്നിലായിട്ട് ഒരു പെൺകുട്ടിയുടെ ചിരി ഞാൻ കേട്ടു. യാത്രക്കാരിൽ ആരെങ്കിലും ആവും. ദൂരയാത്രയാണ്, രാത്രിയാണ്, തണുപ്പാണ്. കൂടെ ഭർത്താവ് ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്. പെൺകുട്ടി വീണ്ടും വീണ്ടും ചിരിക്കുന്നതായി ഞാൻ കേട്ടു. ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. കണ്ണടച്ച് കിടന്നു. ബസ്സിലെ കുലുക്കത്തിനനുസരിച്ച് ഇടയ്ക്ക് കണ്ണു തുറക്കുകയും അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കാതുകളിൽ കൊലുസിൻ്റെ ശബ്ദം മുഴങ്ങി. കൂടുതൽ അടുത്തേക്ക് വന്ന ശബ്ദം പെട്ടെന്ന് നിലച്ചു. തുറന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഇരുട്ട് മൂടിപ്പുതച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ തല മാത്രമാണ്. ഉടലുകളില്ലാത്ത വെറും തല മാത്രം. വെളുത്ത പല്ലുകൾ കാണിച്ച് ചിരിക്കുന്ന അവളുടെ മുഖത്തെ തിളങ്ങുന്ന കണ്ണുകളിൽ നിന്ന് രക്തം കിനിയുന്നുണ്ടായിരുന്നു. അതെ, അമയ തന്നെ. ചാടി എഴുന്നേറ്റ് ഞാൻ അമയ എന്ന് വിളിച്ചു. എന്നാൽ മൊബൈൽ സ്ക്രീനിൽ വീണ്ടും തെളിഞ്ഞത് ആ മയ എന്ന് തന്നെ ആയിരുന്നു. മുന്നിൽ നിന്നും അപ്രത്യക്ഷമായ രൂപത്തെ തേടി ഞാൻ ബസ്സിൻ്റെ ഓരോ സീറ്റ് പിടിച്ച് മുന്നോട്ട് നടന്നു. തണുത്ത കാറ്റ് ബസ്സിൻ്റെ വിൻഡോയിൽ കൂടെ കാതുകൾ അടപ്പിച്ചുകൊണ്ട് ഇരുമ്പിയെത്തി. ശരീരമാകെ കുളിര്. മൊബൈൽ ഫ്ലാഷ് അടിച്ച് ഞാൻ നേരത്തെ ചിരിച്ച ആ സ്ത്രീയുടെ സീറ്റിൻ്റെ അരികിലെത്തി. അപ്പോൾ ആ സീറ്റിൽ ആ സ്ത്രീ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ അരികിൽ ഉള്ള ലൈറ്റ് ഓൺ ചെയ്ത് അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഒരു പച്ചയും ചുവപ്പും കലർന്ന സാരിയും
കളർ ചെയ്ത പോലെ ചെമ്പിച്ച മുടിയും തലയിൽ കനകാംബരപ്പൂവും ചൂടിയ അവൾ മൈലാഞ്ചിയിട്ട കൈകൾ നീട്ടി എന്നോട് പറഞ്ഞു, ബന്നി സാർ ഇവിടെ ഇരിക്കൂ. വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പുറകിൽ എൻ്റെ സീറ്റിൽ തന്നെ പോയിരുന്നു. അമയ മുന്നിൽ വന്ന പോലെ തോന്നിയ ഞാൻ 3 മണിക്ക് അബിയെ വിളിച്ചു. എടാ അബി, നീ ഉറങ്ങുവാണോടാ? എന്താടാ ഈ സമയത്ത്? മരണ വീട്ടിൽ നിന്ന് വന്ന് പേടിച്ചിട്ട് കിടക്കുമായിരുന്നു. എന്തിനാടാ പേടി? ഞാൻ ചോദിച്ചു. എടാ, ജോൾസിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അവൾ ആഗ്രഹം തീരാതെയാ മരിച്ചത്. 3 ദിവസം ആത്മാവ് അലഞ്ഞു നടക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് തിരുനെല്ലിയിൽ കൊണ്ടുപോയി അടക്കണമത്രേ. അപ്പോഴേ അടങ്ങും. ആത്മഹത്യ ചെയ്തതാണെങ്കിലും ദുർമരണമാണ് എന്നാണ് പറഞ്ഞത്. കുടുംബത്തിൽ 9 പേർക്ക് അടുത്തടുത്തായി ദുർമരണങ്ങൾ സംഭവിക്കാം എന്നും പറഞ്ഞു. അബിയുടെ ഫോൺ കട്ട് ചെയ്ത് ഞാൻ ഏറെ നേരം ചിന്തിച്ചു. ആ ചിന്ത ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിന്നെ എഴുന്നേറ്റത് പുലർച്ചെ 5 മണിക്ക് ബസ് മംഗലാപുരത്തെത്തിയപ്പോഴാണ്. ബസ്സിൽ നിന്നും ഓരോരുത്തരായി ഇറങ്ങി. ഇന്നലെ ഉണ്ടായിരുന്ന ആ സ്ത്രീ ഇരുന്ന സീറ്റിൽ കനകാംബരപ്പൂക്കൾ മാത്രം ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. അവൾ ഡ്രൈവറോട് കുശലം പറഞ്ഞ് ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടു. എൻ്റെ മുന്നിൽ മാന്യനെന്ന് തോന്നിക്കുന്ന ഒരു ചേട്ടൻ ബാഗുമെടുത്ത് ഇറങ്ങി. അയാളുടെ ഷർട്ടിൻ്റെ ബട്ടണിൽ ചെമ്പിച്ച മുടി ഞാൻ കണ്ടു. കൂടാതെ ഷർട്ടിൻ്റെ പിന്നിൽ കനകാംബരപ്പൂക്കളുടെ ഇതളുകളും കണ്ടു. അയാളെ നോക്കി ഞാൻ ചിരിച്ചു. അയാളെ സ്വീകരിക്കാനായി അയാളുടെ ഭാര്യയും മക്കളായ 2 പെൺകുട്ടികളും പുറത്ത് കാത്തിരിക്കുന്നതും ഞാൻ കണ്ടു. അയാൾ ഇറങ്ങാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഷർട്ടിൻ്റെ ബട്ടൺ നോക്കൂ സാർ, ഷർട്ട് ശരിയാക്കി ഇറങ്ങൂ. അയാൾ ഒരു ചമ്മലോടെ എന്നെ നോക്കി ഷർട്ടൊന്ന് ശരിയാക്കി പുറത്തിറങ്ങി. ഒരു ചൂട് ചായ കുടിച്ചു നിന്ന എൻ്റെ മുന്നിൽ 2 വഴികളെ തെളിഞ്ഞുള്ളൂ. ഒന്ന് അമയ താമസിച്ച ഹോസ്റ്റൽ, 2 അവിനാഷ് താമസിച്ച ഹോസ്റ്റൽ. ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് ഫ്രഷായ ഞാൻ ആദ്യം പോയത് അമയ പഠിച്ച കോളേജിലായിരുന്നു. അവിടെ പ്രിൻസിപ്പാളിൻ്റെ അനുവാദത്തോടെ അമയയുടെ റൂംമേറ്റ്സ് ആയ കൂട്ടുകാരികളോട് ഞാൻ സംസാരിച്ചു. എല്ലാ കാര്യങ്ങളിലും മിടുക്കിയായ അവൾ ആത്മഹത്യ ചെയ്തത് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർ ഇപ്പോഴും പറയുന്നു അവൾ ആത്മഹത്യ ചെയ്യില്ല എന്നാണ്. എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് വാങ്ങിയ അവൾ പഠിപ്പിൽ മാത്രമേ ശ്രദ്ധ കൊടുത്തിരുന്നുള്ളൂ. അവിനാശുമായുള്ള പ്രണയമായിരിക്കുമോ മരണകാരണം എന്ന് മനസ്സിലാക്കിയ ഞാൻ അതേക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ അവിനാശ് മരിച്ച് ഒരാഴ്ച വരെ മാത്രമേ അവൾ മൂഡ് ഓഫ് ആയിരുന്നുള്ളൂ. പിന്നീട് അവൾ ഹാപ്പിയായി പഴയ പോലെ പഠിക്കാൻ തുടങ്ങി. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. മരണത്തിൻ്റെ തലേ ദിവസം പോലും ഹോസ്റ്റലിൽ എല്ലാ കൂട്ടുകാരികൾക്കൊപ്പം ആടിയും പാടിയും അവൾ ഹാപ്പിയായിരുന്നു. തിരിച്ച് ലോഡ്ജിലെത്തിയ ഞാൻ എന്നെ പഠിപ്പിച്ച സാറിനെ വിളിച്ചു. നാരായണൻ സാർ. അദ്ദേഹം മനഃശാസ്ത്രജ്ഞനും ജ്യോതിഷ പണ്ഡിതനുമൊക്കെയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, ചില ആത്മഹത്യകൾക്ക് കാരണമൊന്നും തന്നെ കാണില്ല. നമ്മൾ തന്നെ പറയും, അവൻ എന്തിനാ ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ ചെയ്യാൻ മാത്രം അവന് എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നത്? അമയ ആത്മഹത്യ ചെയ്തതിനും ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ചുരുൾ അഴിഞ്ഞത് ലോഡ്ജിൽ നിന്നും അന്ന് ഉച്ചയ്ക്ക് അവിനാഷ് പഠിച്ച കോളേജിൽ പോയി അവൻ്റെ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. അന്ന് രാത്രി അവിനാഷ് പേടിച്ച ആരും ഇതുവരെ കയറാത്ത പൂട്ടിയിട്ട ആ മുറിയിൽ ഞാൻ താമസിച്ചപ്പോഴാണ്. കൂടെ ആരും വന്നില്ല. മാറാല കെട്ടിക്കിടക്കുന്ന ആ മുറി ഹോസ്റ്റൽ വാർഡന് ഒരു ഫുൾ ബോട്ടിൽ മദ്യം വാങ്ങിക്കൊടുത്ത് ഞാൻ തുറപ്പിച്ചു. മുറിക്കുള്ളിലെ ഇരുണ്ട വെളിച്ചത്തിൽ മരണത്തിൻ്റെ ഗന്ധം ഞാൻ തിരിച്ചറിഞ്ഞു. അവിടുത്തെ ചുവരുകളിൽ കാതോർത്താൽ അവിനാശിൻ്റെ തേങ്ങൽ കേൾക്കാമായിരുന്നു. എനിക്ക് കൂട്ടായി ആരും വന്നില്ല. എല്ലാവരും അവരവരുടെ മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു, ലൈറ്റ് അണച്ചു കിടന്നു. സമയം 11:30 കഴിഞ്ഞിരിക്കുന്നു. മകരമഞ്ഞും തണുത്ത കാറ്റും ബാംഗ്ലൂരുവിനെ കൂടുതൽ സുന്ദരമാക്കുന്നു. പുറത്തേക്കിറങ്ങി കാറ്റുകൊണ്ടിരിക്കുമ്പോൾ 4 കാലിൽ നാടോടി നൃത്തം ചവിട്ടി ഹോസ്റ്റൽ വാർഡൻ കയറി വന്നു. ഒരു ഫുൾ ബോട്ടിൽ കൊടുത്തതിൽ കുറേ അകത്താക്കിയതിൽ അല്പം മാത്രം കുപ്പിയിലാക്കി അയാൾ നടന്നു വരുന്നു. എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ അയാൾ മുറിക്കുള്ളിൽ കയറാനൊരുങ്ങവേ പറഞ്ഞു, ദുഷ്ടന്മാരുടെ മുറിയാണിത്, കഴുകന്മാരുടെ മുറിയാണിത്, ശവം തീനി കഴുകന്മാർ. ആ പാവം പെൺകൊച്ചിനെ. മദ്യലഹരിയിൽ നാക്ക് കുഴഞ്ഞ അയാൾ അത് പറഞ്ഞു മുഴുവിപ്പിക്കാതെ കരഞ്ഞു. ചേട്ടാ, എന്താ പറഞ്ഞേ? ഏത് പെൺകുട്ടി? ഏത് ദുഷ്ടന്മാർ? ആരാ ദുഷ്ടന്മാർ ചേട്ടാ? ഞാൻ ചോദിച്ചു. പാവം പെൺകൊച്ചിൻ്റെ ശവം തിന്നവർ ദുഷ്ടന്മാർ, ശവം തീനി കഴുകന്മാർ. കൊന്നു കൊന്നു
അവൾ കൊന്നു, ഹഹ, കൊന്നു. ഒരു സൈക്കോ ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ച് അയാൾ ഉണ്ടായിരുന്ന മദ്യം കുടിച്ച് മുറിക്കുള്ളിൽ കയറി കസാരയിൽ ഇരുന്ന് മയങ്ങി. വിളിച്ചിട്ട് അയാൾ എഴുന്നേറ്റില്ല. മദ്യാസക്തിയിൽ അയാളുടെ ബോധം പോയിരുന്നു. ഞാനും അകത്തു കയറി കിടന്നു. ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ നിന്നും നിലവിളിച്ചുകൊണ്ട് ഒരാൾ പുറത്തേക്കോടി. ഹോസ്റ്റൽ വാർഡൻ. ബാത്റൂമിൽ ചെന്ന് ഞാൻ കണ്ടത് ചുവര് നിറയെ രക്തമായിരുന്നു. ചുവരിൻ്റെ ഓരോ കോണിലും മനുഷ്യമാംസങ്ങളും കുടൽമാലകളും. ബാത്റൂമിലെ പൈപ്പ് ചുറ്റി വരിഞ്ഞ് നിൽക്കുന്ന ഒരു പാമ്പും. പെട്ടെന്ന് മുകളിലെ തട്ടിൻപുറത്ത് നിന്നും ഒരു കറുത്ത പൂച്ച പുറത്തേക്ക് ചാടി. നിലവിളി കേട്ട് ഓടിയെത്തിയ മറ്റു കുട്ടികൾ കാഴ്ച കണ്ട് ബോധം കെട്ടു. ചിലർ നിലവിളിച്ചോടി. പുറത്തേക്കിറങ്ങി ഞാൻ വാതിലടച്ച് താഴിട്ട് പൂട്ടി. വാതിലിൻ്റെ മുകളിൽ രക്തം കൊണ്ട് ആ പേര് വീണ്ടും തെളിഞ്ഞു. ആ മയ. എബിൻ ജോണിനോട് പറഞ്ഞു നിർത്തിയതും അയാൾ വീർത്തു തളർന്നിരുന്നു. ജോൺ ഫാൻ ഓൺ ചെയ്തു. എബിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജോണിന് മുന്നിൽ ഇരുന്ന് അയാൾ ഉറക്കെ നിലവിളിച്ചു.